വേണേ ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ട് നമ്മൾ വടകര സാൻഡ് ബാങ്ക്സിൻ്റെ ഒക്കെ അടുത്തായിട്ട് പുറങ്കര എന്ന് പറഞ്ഞ സ്ഥലമാണല്ലോ ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഹൗസ് വാമിങ്ങിന് വന്നതായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഹൗസ് വാമിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. തിരിച്ചു മടങ്ങാൻ നേരത്തെ എൻ്റെ കസിൻ ചേച്ചി ചോദിച്ചാണ് ചുമ്മാ നമുക്കൊന്ന് സാൻഡ് ബാങ്ക്സിലൊക്കെ പോയാലോ എന്ന്. അപ്പോൾ ആദ്യം ഞാൻ ഏട്ടനോട് സമ്മതം ചോദിക്കണമല്ലോ, അങ്ങനെ ചോദിച്ച് ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ ലാസ്റ്റ് നിമിഷം ഏട്ടൻ പറഞ്ഞാൽ എന്നാൽ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തന്നെ ഇതാ സാൻഡ് ബാങ്ക്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ എൻ്റെ വല്യച്ഛൻ്റെ 2 മക്കളും അച്ഛൻ്റെ പെങ്ങളെ ഒരു മോളുമാണ് ഉള്ളത്, പിന്നെ അവരെ മക്കളും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ ഉടൻ തന്നെ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ചു കേട്ടോ. ഇതേപോലെ കോൺ ഐസ്ക്രീം, ഇതിനെന്താ പറയുന്നത്. അപ്പോൾ ഇത് മേടിച്ചു. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് താഴെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പാടീനെ നമ്മൾ കാർത്തുമ്പി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ താഴെ വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഐസ്ക്രീം മൊത്തം താഴെ പോയ പിന്നെ ഏട്ടൻ്റെ അടുത്ത് അവൾക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാവരും ഐസ്ക്രീം കഴിക്കേണ്ട തിരക്കിലാണ്. ഏട്ടൻ അവിടെ നിന്ന് നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വന്നിട്ട്, അതായത് ഞാനും അജേട്ടനും അമ്പാടിയും ഒക്കെ തന്നെ സാൻഡ് ബാങ്ക്സിനുള്ളിൽ അകത്തേക്ക് കയറിയിട്ട് കുറേ നാളായി. അല്ലാണ്ട് നമ്മൾ ചുമ്മാ കല്ലുമക്കായോ അല്ലെങ്കിൽ ചായ എന്തെങ്കിലും കുടിക്കാനൊക്കെ അത്യാവശ്യം വടകര വരുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിയ പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും തന്നെ. കുറേ നാളായി എൻ്റെ ചേച്ചിമാരും കല്യാണമൊക്കെ കഴിഞ്ഞ് അവരോരോ ഭാഗങ്ങളിലേക്കൊക്കെ പോയതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ വളരെ കുറവാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ലപ്പോഴും ഫ്രണ്ട്സിനൊപ്പം കൂട്ടി വരാറുണ്ടെന്നൊക്കെ ഇങ്ങനെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു നട്ടുച്ച സമയത്താണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഹൗസ് വാമിങ്ങിന് പോയ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അതൊന്നും കാണാത്തത്. അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ച കാരണം ഇവിടെ എത്തിയ പിന്നെ ഞാൻ ആദ്യം ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് പിന്നെ വെച്ചു എന്തായാലും ലോങ് വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന്. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് അവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ മക്കൾ ഊഞ്ഞാലാടുന്നുണ്ട്. കുറേ പേര് അവിടുന്ന് കടൽ നോക്കി ആസ്വദിക്കുന്നുണ്ട്. അജേട്ടനും എൻ്റെ ചേച്ചിമാരും ഒക്കെ സംസാരിക്കുകയാണ്. ലുട്ടു ചേച്ചീൻ്റെ മോൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. അവൻ മരം കയറിയാണ്. മരത്തിൽ കയറിയിട്ട് അവിടുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ എടുക്ക്, ഫോട്ടോ എടുക്ക് അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചർച്ചകളിലും പണ്ടത്തെ അയവറക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ അച്ഛൻ്റെ വീട്, അതായത് ഞങ്ങളെല്ലാവരും തന്നെ അച്ഛൻ്റെയും അതുപോലെ അച്ഛൻ്റെ പെങ്ങളെ വീടൊക്കെ തന്നെ ഇവിടെ അടുത്തായിട്ട് വരുമായിരുന്നു. ഇപ്പോഴല്ല, പണ്ട് എൻ്റെ ഒരു ചെറിയ സമയത്ത്, അതായത് ഞാനൊരു അംഗനവാടിയിലൊക്കെ ഇവിടെയാണ് പഠിച്ചത്. 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ സ്വന്തമായിട്ട് വീടെടുത്ത് കുന്നുമക്കരയാണ് താമസം കേട്ടോ. അപ്പോൾ അതിന് മുൻപ് ഞങ്ങളെല്ലാവരും തറവാട്ട് വീട്ടിൽ അതായത് പുറങ്കര അല്ലെങ്കിൽ അഴുത്തല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ സാൻഡ് ബാങ്ക്സിലൊക്കെ അടുത്തായിട്ടായിരുന്നു തറവാട് വീട്. അവിടെ ഇപ്പോൾ കാര്യമായിട്ട് ആരുമില്ല, ഒരു അപ്പനെ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയ പിന്നെ പണ്ടത്തെ അയവിറക്കലും എന്നെ കാണും കൂടുതൽ ചേച്ചിമാർക്കായിരുന്നു. കാരണം അവർ ചെറിയ സമയത്തൊക്കെ ഓരോ ഓർമ്മകളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മക്കളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ആ ഒരു ഇതില്ലേ, അതിൽ കയറിയിട്ട് അമ്പാടീനെ ഇങ്ങനെ പിടിച്ചോണ്ട് തിരിച്ച് വിടുകയാണ് കേട്ടോ. എൻ്റെ അച്ഛമ്മയ്ക്കാണ് 9 മക്കളാണ് കേട്ടോ. അവരിൽ ആമക്കൾ 6 പേരും ബാക്കി 3 പെൺമക്കളുമാണ്. അപ്പോൾ എല്ലാ മക്കളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഞങ്ങൾ അത്യാവശ്യം വലിയ കുടുംബമാണ് കേട്ടോ. അപ്പോൾ ഹൗസ് വാമിങ്ങുള്ള അടുത്തുനിന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിളിച്ച് നോക്കിയ പിന്നെ ഒരാൾ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മിനി ഗോവ വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെയും ആൾക്കാരുണ്ട്, അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അഴുത്തലാന്ന് ഇത് പേര് വരാൻ കാരണം നമ്മുടെ പുഴയും കടലും ഒക്കെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടനും ചേച്ചിമാരും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് ജനുവരിയിലാണ് എൻ്റെ ഏട്ടൻ്റെ കല്യാണം വരുന്നത്.
അപ്പോൾ കല്യാണം നിശ്ചയ സമയത്ത് ആണ് ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് വെച്ച് കൂടിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ട്. ആ ദിവസം എനിക്ക് കാണാമെന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണമാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളൊക്കെ ഇവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പാടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഒക്കെ കിട്ടിയ പിന്നെ അവൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ അംഗനവാടിയിലൊക്കെ പോകുന്നതുകൊണ്ട് കുറേ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അല്ലാണ്ട് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവനെന്തോ ഒരു സങ്കടം പോലെയൊക്കെ തോന്നാറുണ്ട് ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ ഇപ്പം അംഗനവാടിയിലൊക്കെ പോകുന്നതുകൊണ്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ ചേച്ചിമാരെയും ചേട്ടന്മാരെയൊക്കെ കിട്ടിയ പിന്നെ അവിടുന്ന് കളിക്കാനും ഇതേപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചേച്ചിമാരും അവനെ എടുത്ത് നടക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും മാറി മാറി എല്ലാവരും ഇങ്ങനെ കാണാതെ കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ മക്കൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതിൽ നിന്ന് മാറി മാറി കളിക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2 മണിയാകുമ്പോഴത്തേക്കാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല പൊരി വെയിലായിരുന്നു, എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് മക്കളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ സമയം ഞാൻ മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടും യാതൊരു കൂസലും ഒരാൾക്കും കണ്ടിട്ടില്ല. അമ്പാടിയാണെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടുന്ന് മാറി മാറി കയറി കളിക്കണം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിലേ ക്രിസ്മസിന് വെക്കേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. പരീക്ഷയൊക്കെ കഴിഞ്ഞു, സ്കൂളും കോളേജും ഒക്കെ അടച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചിമാരൊക്കെ ഫ്രീ ആണ്. സ്കൂൾ ടീച്ചറും അതുപോലെ കോളേജ് ടീച്ചറൊക്കെ ഉണ്ട്. പിന്നെ അവർ മക്കൾക്കും അതേപോലെ സ്കൂളൊക്കെ അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും കുറച്ച് ഫ്രീ ആയിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പോരാത്തതിന് ഇന്നിപ്പോൾ സൺഡേ ആണ്. അതുകൊണ്ട് പിന്നെ ആർക്കും വലിയ തിരക്കോ കാര്യങ്ങളൊന്നും കണ്ടില്ല. എല്ലാവർക്കും കുറച്ച് ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് നല്ല ഉപ്പ് കാറ്റും നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും യാതൊരു കൂസലും ആർക്കും കണ്ടില്ല ഞാൻ. അങ്ങനെ അമ്പാടിയും കാത്തുവും അവരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കല്യാണം ഇങ്ങനെ പടിവാതിക്കൽ എത്തിയേ പിന്നെ നമ്മുടെ അതിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് ഡ്രസ്സ് വേണം, എങ്ങനെയാണ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, ഇതൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെയാണെങ്കിലേ ചേച്ചിമാരൊക്കെ ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അതായത് ക്രിസ്മസ് വെക്കേഷൻ, ഓണം, വിഷു അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ തന്നെ. അല്ലാത്ത ദിവസം അവർ സ്കൂളും കോളേജും അല്ലെങ്കിൽ ജോബിനൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് അത്യാവശ്യം വിളിച്ചാൽ എന്താ പറയുക, അവർ ബിസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രീ ആണ്. പിന്നെ നിലയിത് ഇതിലൂടെ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നുണ്ട്. അവൻ ഇച്ചിരി കുറുമ്പുള്ള കൂട്ടത്തിലാണ്. എന്നിട്ട് അവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് എല്ലാവരും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ നിശാച്ചി വരുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി വന്ന് പിന്നെ നമ്മൾ അതായത് ഷൈനി ചേച്ചിയുടെ ചേച്ചിയാണ് നിശ ചേച്ചി. അപ്പോൾ ഞാൻ ആരെയും പരിചയപ്പെടുത്തിയില്ല അല്ലേ. അപ്പോൾ ഈ വെള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്ന നിശ ചേച്ചിയും അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു എന്താ പറയുക പിങ്ക് ഷോള് ഇട്ടിരിക്കുന്നത്, ബ്ലൂ എന്താ പറയുക ചുരിദാർ ഇട്ടിരിക്കുന്നത് ഷൈനി ചേച്ചി. പിന്നെ തൊട്ടപ്പുറത്തുള്ളത് അമൃത, ലിൻസി ചേച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ. ചേച്ചിയുടെ അനിയത്തിയാണ് ആ റെഡ് ആതിര ചേച്ചിയുടെ ലുട്ടു ചേച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ എൻ്റെ വല്യച്ഛൻ്റെ 2 മക്കളും അച്ഛൻ്റെ പെങ്ങൾ 2 മക്കളുമാണ് ഇവരൊക്കെ. പിന്നെ അവരെ മക്കളും അതിൽ നമ്മുടെ എന്താ പറയുക അമൃത ചേച്ചീൻ്റെ മോൾ ഇവിടെ ഇല്ല. കാരണം അവൾക്ക് എന്തോ ഡാൻസിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവളെ നേരത്തെ തന്നെ വിജീഷേട്ടൻ എന്താ പറയുക അവിടത്തേക്ക് കൊണ്ടാക്കി. അതുകൊണ്ട് അവളെ മിസ് ചെയ്യുന്നുണ്ട്. ബാക്കി മക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിശേച്ചിൻ്റെ ദച്ചു അതായത് മോനെയും കൂട്ടിയിട്ടാണ് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവിടെയും എത്തുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം, എല്ലാവരെയും കാണിക്കുകയും വേണം, എല്ലാവരുടെ അടുത്തും എത്തുകയും ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇടയ്ക്ക് മക്കളുടെ അടുത്ത് പോകുന്നുണ്ട്, ഇടയ്ക്ക് ചേച്ചിമാരുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് എൻ്റെ പാപ്പിയും 2 മക്കളും എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ പാപ്പീൻ്റെ 2 മക്കളും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ നാണായിരുന്നു കേട്ടോ വീഡിയോയിൽ വരാനായിട്ട്. എല്ലാവരും ഒളിച്ച് കളിയായിരുന്നു. അപ്പോൾ നിമ്മി ചേച്ചിയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവരെ മക്കൾ 2 ആളും ഉണ്ട്. അവർ എറണാകുളത്ത് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് പഠിക്കാൻ പോയിട്ടാണുള്ളത്.
അപ്പോൾ നമ്മുടെ കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്കും ഏതാണ്ട് കോഴ്സ് കഴിയും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 വർഷത്തെ കോഴ്സ് എങ്ങാണ്ടാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ പാപ്പിയുടെ മോനാണത്. അപ്പോൾ ഒരാൾ ഒളിച്ച് കളഞ്ഞിട്ടുണ്ട് അവിടുന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി നാണമൊക്കെ മാറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരിൽ കുറച്ച് പേരെയൊക്കെ ഞാൻ കുറേ നാളായി കണ്ടിട്ട് കേട്ടോ. കാരണം സ്കൂളിൽ നമ്മുടെ നിശ്ചയ സമയത്തൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ മക്കൾക്കൊന്നും എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് ആദ്യം ഓടി ഒളിക്കുവാണ് കേട്ടോ, വീഡിയോ എടുക്കല്ലേ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിൽക്ക് വേണേ, ഇങ്ങോട്ട് വാ, ചക്കരനെ കൂട്ടിയിട്ട് വാ. അങ്ങനെ സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാർക്കിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഊഞ്ഞാലാടുന്നുണ്ട്, കുറേ പേരൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കപ്പിൾസ് ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 3:15 ആയ പിന്നെ വല്യമ്മ വിളിവാ പോവാലോ എന്ന് പറഞ്ഞിട്ട് ചേച്ചിമാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു 3:20 ആയ പിന്നെ പോവാന്നുള്ള രീതിയിലായി. ആ സമയത്ത് അമ്പാടിയത് അവിടെ നിന്ന് കളിയായിരുന്നു കേട്ടോ. അവന് വരാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല, ഭയങ്കര കളിയുമായിരുന്നു. അതെ, അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. കാരണം വല്യമ്മക്ക് വിളി തുടങ്ങിയിട്ടുണ്ട് പോവാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ 2 പേര്, അതായത് നിളയും അതേപോലെ കല്യാണിക്കും അവിടുന്ന് ആ മരത്തിൽ കയറിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോകാൻ നേരത്താണെന്ന് തോന്നുന്നു അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് അത് കയറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പാടിക്കാണെങ്കിൽ നല്ല ഷാഠ്യം പിടിക്കലായിരുന്നു കേട്ടോ. കാരണം അവനെ പിടിച്ച് വലിച്ചാണ് അജിട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാപ്പി എടുത്തപ്പോഴൊക്കെ സെറ്റായി. എന്നോടും ഏട്ടനോടും ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ എല്ലാം തണുത്ത് ആറും കേട്ടോ, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു 3:20 കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാൻഡ് ബാങ്ക്സിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയ പിന്നെ ചേച്ചി പോയിട്ട് നല്ല ഉപ്പിലിട്ട കണ്ണിമാങ്ങയല്ല, നീളം മാങ്ങ അരിഞ്ഞെടുത്തത്. അപ്പോൾ അതും അതേപോലെ കൈതച്ചക്കയൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ സാൻഡ് ബാങ്ക്സിൽ വന്നാൽ ഉപ്പിലിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ള നിർബന്ധമാണ് കേട്ടോ എനിക്ക്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അമ്പാടിക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവൻ തല തിരിച്ചു കളയുമായിരുന്നു കേട്ടോ. അങ്ങനെ അവന് വാശിയായിരുന്നു വണ്ടി കയറിയ പിന്നെ ഐസ്ക്രീം വേണം എന്നുള്ളത്. അങ്ങനെ പോകാൻ നേരത്ത് അവിടെ നിന്ന് തന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിലയ്ക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഷോപ്പിൽ കയറി മിനറൽ വാട്ടറൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. നമ്മൾ ഹൗസ് വാമിങ്ങുള്ള വീട്ടിൻ്റെ അടുത്തായിരുന്നു, അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിശ്ചയിച്ചിയും മോനൊക്കെ നേരെ സ്കൂട്ടിയിലാണെന്ന് തോന്നും പോയിട്ടുണ്ടായിരുന്നത്. അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ വടകര എവിടെയൊക്കെയോ കല്യാണം പറയേണ്ടത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഇന്നിപ്പം ഷൈനി ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് കല്യാണി പോകുന്നത്. അപ്പോൾ അവളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവൾക്ക് വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ അവളെ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. നമ്മളിങ്ങനെ സംസാരിക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് പഴംകുറ്റി മലയിലൊക്കെ പോയാലോ എന്നുള്ളത്. സൺഡേ അല്ലേ, അപ്പോൾ അതിൽ ലിൻസി ചേച്ചിക്ക് മോളെ ഡാൻസ് പ്രാക്ടീസിന് പോയല്ലോ. അപ്പോൾ മോളെ കൂട്ടേണ്ടത് കാരണം പിന്നെ നമ്മളത് ക്യാൻസൽ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഇനി വടകര എന്താ പറയുക നമ്മുടെ ആ കോടതിൻ്റെ അവിടുത്തെ ചേച്ചിമാരെയൊക്കെ ഇറക്കി. അതിൽ ഷൈനി ചേച്ചി നാദാ റോഡിലേക്കായിരുന്നു പോകേണ്ടത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചേച്ചിയും മോളും പിന്നെ കല്യാണിയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെ ആണെങ്കിൽ നമ്മൾ നേരെ നാദാ റോഡ് പാർക്കിൻ്റെ അവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറക്കി കൊടുത്തു. അവിടെ നിന്ന് ഇച്ചിരി നടക്കാനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ക്രോസ് ചെയ്ത് പോകണം.
അങ്ങനെ ഇറങ്ങാൻ നേരത്താണെങ്കിൽ അവന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അമ്പാടിക്ക് കരച്ചിലും പീച്ചലും ഒക്കെ ആയിരുന്നു, സങ്കടപ്പാടായിരുന്നു. കാരണം എല്ലാവരെയും മിസ് ചെയ്യുന്ന പോലെയായിരുന്നു കേട്ടോ. അങ്ങനെ അവരെയൊക്കെ തന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തു, ടാറ്റാ ബൈ ബൈ പറഞ്ഞു. ഇനി കല്യാണം വരുന്നുണ്ട്, വീട്ടിൽ കൂടൽ വരുന്നുണ്ട്, അപ്പോഴൊക്കെ കാണാമെന്നും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അമ്പാടി കുറച്ച് സമയം കരയൊക്കെ ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.